ഹലോ അസ്സലാമു അലൈക്കും. പിന്നെ ഇന്ന് നമ്മൾ ചെറിയൊരു പരിപാടിയാണ് കേട്ടോ. ചെറിയൊരു പരിപാടി എന്ന് വെച്ചാൽ ഈ റംസാൻ്റെ പരിപാടിയാണ്. ഞങ്ങൾ ഈ വീട്ടിലേക്ക് താമസം മാറിയിട്ട് ഏകദേശം ഒരു 3-4 മാസമായി. അപ്പോൾ ഈ വർഷത്തിലെ ആദ്യത്തെ നോമ്പ് വന്നിക്കുകയാണ് ഞങ്ങൾക്ക്. ആദ്യത്തെ നോമ്പ് വന്നിക്കുക മാത്രമല്ല, ഫസ്റ്റത്തെ നോമ്പ് തന്നെയാണ്. ആ ഫസ്റ്റത്തെ നോമ്പ് ഞങ്ങൾ നോമ്പ് തുറപ്പിക്കൽ ഒക്കെ വിചാരിച്ചിട്ടാണ്. നോമ്പ് തുറപ്പിക്കലെന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടുകാർ, ഞങ്ങൾ തറവാട്ടുകാർ മാത്രം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ മാസവും പിന്നെ ഒരു വ്യാഴാഴ്ച സലാത്തിൽ പരിപാടി ഉണ്ട്. അപ്പോൾ ഓരോ ദിവസം ഓരോ പിന്നെ ഫസ്റ്റ് ദിവസം തറവാട്ടിലാണെങ്കിൽ പിറ്റത്തെ ആഴ്ച മൂത്തച്ഛൻ വീട്ടിൽ, രണ്ടാമത്തെ ആഴ്ച രണ്ടാമത്തെ ജ്യേഷ്ഠൻ വീട്ടിൽ, മൂന്നാമത്തെ ജ്യേഷ്ഠൻ വീട്ടിൽ, പിന്നെ എൻ്റെ വീട്ടിൽ, പിന്നെ എൻ്റെ വീട്ടിൽ, അങ്ങനെയാണ് സ്ഥലത്ത് നടക്കാറ്. അപ്പോൾ അത് ആഴ്ചക്ക് മാറ്റിയിട്ട് ഞങ്ങൾ എന്താക്കി, അത് മാസത്തിലേക്ക് ആക്കി. മാസത്തിലേക്ക് വന്ന് നോക്കുമ്പോൾ ഈ മാസം ഫസ്റ്റ് ദിവസം ഇപ്പോൾ ഇന്നത്തെ വ്യാഴാഴ്ചയാണ്. അപ്പോൾ അത് ഫസ്റ്റ് നോമ്പ് പോയി. അപ്പോൾ അത് നോമ്പുറപ്പിക്കലൊക്കെ വെച്ചിട്ട് എൻ്റെ വീട്ടിലെ തറവാട്ടത്തെ കുട്ടികളൊക്കെ പാടെ ഞങ്ങൾ നോമ്പുകാർക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ല, വീഡിയോ ജസ്റ്റ് ആ നോമ്പുകാരുടെ ഒരു ചെറിയ വീഡിയോ. അപ്പോൾ നോമ്പുകാർക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണം, ആ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കാൻ വെച്ചിട്ടാണ്. എന്തായാലും കുറച്ച് നേരം വഴിക്ക് സാധനങ്ങൾ വാങ്ങിയിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ. എന്തായാലും ഇത് നമ്മൾ അബ്ബാസ് കാടെ കടയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്നാണ് ഫ്രൂട്ട്സ് പലചരക്ക് കാര്യങ്ങൾക്ക് മേടിക്കാൻ നിൽക്കുന്നത്. അതിന് പുറമെ കുടിയിലേ നോമ്പറക്കലിന് വേണ്ടിയുള്ള സെറ്റപ്പിനെ ടാർപ്പായും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അബ്ബാസ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മാറ്റ് കാര്യങ്ങളെല്ലാം എടുത്തിട്ട് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും പാലും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് പോവാം കേട്ടോ. ഓക്കെ. ഇതും പൊക്കണം. മൈക്ക സെറ്റ് വേണ്ട, മൈക്ക പാട്ട് ആണ്. ഫസ്റ്റ് നോമ്പ് നമ്മളോട് വിചാരിച്ച് 6-ന്റെ 4-ന്റെ ഉണ്ടോ, അല്ലെങ്കിൽ 5-ന്റെ 5-ന്റെ ഉണ്ടോ വീതി? എത്ര വരുന്നത്? ഒക്കെ 6-20 6-20 രണ്ടെണ്ണം 6-20. അതുപോലെ നീളം കുറഞ്ഞത് എത്ര ഉള്ളത്? നീളം കുറഞ്ഞതേ എത്ര വേണം എനിക്ക്? നീളം കുറഞ്ഞതൊക്കെ ഒരു 10-10-ന്റെ 2 വേണം. 10-10 ബുദ്ധിമുട്ടാണ്. ഒക്കെ 20-ന്റെ 25, പിന്നെ 20-ന്റെ മേലക്കുള്ളതാണ്. 10-ന്റെ ഒരെണ്ണം ഉണ്ടാവും റെഡ്. അത് വൃത്തിയുള്ളതല്ലേ? ചിലപ്പോൾ സ്കരിക്കും ചെയ്യും. സ്കരിക്കാതെ വേറൊന്നും വിരിപ്പില്ല ചിലപ്പോ. സംഭവം എന്താ വെച്ചാലേ, നമ്മളിപ്പോ ഒരു സ്റ്റേജിലൊക്കെ കൊണ്ടുപോയിടും. അത് കുഴപ്പമില്ല. അല്ല ചിലപ്പോഴേ അത് എല്ലാവരും സ്കരിക്കുണ്ടാവൂല. ഇനി സ്കരിക്കണ്ടത്തിന് അവിടെ വേറെ പായിരിക്കാം. അത് ഇപ്പൊ എത്ര? 6-ന്റെ. അതിന് ഹൈറ്റ് കുറഞ്ഞുള്ളതില്ല. നിർത്തോ. ഇത് 20-ന്റെ 2 ഇതാ നമ്മൾ കൊണ്ടുപോയതാ. 10-ന്റെ 2 2 മണി. ഇതെന്താ ഈ സാധനം? അത് പോരാ, സംഭവം 10-ന്റെ 10-ന്റെ 10-ന് ഒരെണ്ണം കിട്ടിയിട്ട് കാര്യമില്ല അല്ലേ? വലിയ വ്യത്യാസം ഉണ്ടോ? വാടകയിൽ വലിയ വ്യത്യാസം ഉണ്ടോ? എത്ര വ്യത്യാസം ഉണ്ട് ഇപ്പൊ ആ സൈഡിക്ക്? അതിന് അന്ന് ആളുണ്ടായിരുന്നില്ല, ആകെ 10 ആളിലുള്ള അന്ന് പരിപാടി. പോരേ? ഇതിപ്പോ ഇങ്ങനെ 3 വേണേ. എത്ര? 20-ന്റെ തന്നെ. എന്നാ 20-ന്റെ 2 കട്ട്. അല്ല ഇത് 10-നൊന്നും, ഇനി ഒരു 20-ന് കട്ട് മതി. ഇതെന്തത് കട്ടായതാണോ? അല്ല കുഴപ്പമില്ല. അല്ലൊന്നും അത് എനിക്ക് വിഷയമുള്ളതല്ല ഞാൻ പറഞ്ഞതേ. അല്ല ഞാൻ കാണിച്ചെന്ന് എന്താ അറിയോ, നമ്മളേക്ക് നായതല്ല എന്ന് പറയാൻ വേണ്ടിട്ട്.
വേറെ വേണ്ട കേട്ടോ. ലൈറ്റ് ഒരു ലൈറ്റ് ആയിരുന്നു. ലൈറ്റ് ഒരു പച്ചന്തരി പച്ച ചെറിയ ലൈറ്റ് ഉണ്ടോ? ചെറുതുണ്ടോ? അതാണ് ചെറുത്. ഒരു പച്ചൊരു വെള്ളം തരി കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളെ നാട്ടിലത്തെ പിന്നെ വാടക കൊടുക്കുന്ന സ്റ്റോറാണ്. അബ്ബാസ്ക, AS സൗണ്ട് അബ്ബാസ്ക. മൂപ്പരേ നമ്മളൊക്കെ ബോധം വെക്കണതിന്റെ കാലം മുമ്പ് തുടങ്ങിയ പരിപാടിയാ. നന്ന ചെറുപ്പത്തിൽ തുടങ്ങിയ പരിപാടിയാ. ഫുള്ള് മൈക്ക് സെറ്റ് കാര്യങ്ങള്, ടാർപ്പായി, പിന്നെ അതായത് ഈവന്റ് മാനേജ്മെന്റിന് എല്ലാം ഫുൾ സെറ്റപ്പ് അല്ലേ. സ്റ്റേജ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ എല്ലാ ഐറ്റംസും എൻ്റെ ഒക്കെ ചെറുപ്പം മുതലൊക്കെ നമ്മളൊക്കെ ചെറിയ കാലത്ത് തന്നെ മൂപ്പര് പരിപാടി തുടങ്ങിയിട്ടുള്ളതാണ്. എത്ര വർഷമായിട്ട് നിങ്ങള്? 50 വർഷമായി. അതായത് ഞാൻ ജനിക്കേണ്ട മുമ്പ്. അപ്പൊ അന്ന് തുടങ്ങിയ പരിപാടിയാണ്. നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും. അബ്ബാസ്ഖാനെ അറിയാത്തവര് പട്ടാമ്പി ചുറ്റെടുത്ത് ആരില്ല. എല്ലാവരും അബ്ബാസ്ഖാനെ അറിയാം. AS അബ്ബാസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. അപ്പൊ നമ്മളെന്താ വെച്ചാൽ ഇങ്ങനത്തെ ഓരോ പരിപാടിക്കൊക്കെ മൂപ്പരേക്കുന്നാണ് സാധനം കൊണ്ടുപോയി. ഇതില് പച്ച ലൈറ്റ് ഉണ്ടോ? ഇത് അത് പച്ച ഏതാ? ആ ഇതേ നേരെ മാവിന്റെ മുകളിലേക്ക് കത്തിച്ചിടാനാ. ഇത് പുറത്തേക്കും മുറ്റത്തേക്കും. വയറ് വേണം. വയറ് അവിടെ ഒരു ഇതുണ്ട്, കോടുണ്ട്. ഫാനോ? കൂളർ ചൂടുണ്ടാവോ? ചൂടിനകത്ത് ഫാൻ മതി അല്ലേ? ആ ഈ ഒരു ഫാൻ കൊണ്ട് എത്ര തൊട്ട് കത്തും? ഇതെങ്ങനെ കൊണ്ടുപോകുക? ഫാനാണെങ്കിൽ കൊണ്ടാവാം അല്ലേ? ആ ഇതെടുത്തോ. അത് അത്യാവശ്യം കാര്യം ഉണ്ടാവില്ലേ? ഈ ഒരു 20 അടി നീളത്തേക്ക് ആ മതി. നടത്തും. സലാത്ത് പരിപാടി കഴിഞ്ഞ് ഇനി സ്പീക്കറിനും കാര്യങ്ങളും ആവശ്യമില്ല. ഓ മതി 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 മതി. ഇതേ പുറത്തുനിന്ന് അകത്തേക്ക് വെക്കാം കേട്ടോ. ഇന്ന് ഇൻഷാ അല്ലാ സാധനങ്ങൾ കയറ്റി. ഇത് വണ്ടി കയറ്റി തരുമോ? ഇതൊക്കെ ഇവിടെ പോവോ? ഇജ്ജ് വന്നാ ഈ കാല് പുറത്തേക്ക് വെച്ചിട്ടേ അതിൻ്റെ ഉള്ളിൽ കയറ്റ്. അങ്ങനെ അങ്ങനെ കയറ്റും. ആ അങ്ങനെ തന്നെ. ഓക്കെ ഇൻഷാ അല്ലാ. ഇല്ല ഇനി കടയിൽ നിന്നുള്ളൂ. ലൈറ്റ് കണ്ടണം ഇല്ല. 94 മഞ്ഞ കളറ് ലൈറ്റ്, പിന്നെ വെള്ള ഗ്ലാസ്, ചായ ഗ്ലാസ്, അരിപ്പ, നേന്ത്രപ്പഴം, പിന്നെ മുട്ട. ഇനി ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ആ 1 2 3 4 5 6 7 8 എത്ര പറഞ്ഞേ? 3600. 3600. 1 2 3 4 5 6 7. അപ്പോൾ ഓക്കെ. അപ്പോഴേ ഏതായാലും സാധനങ്ങൾ തൊട്ട് നേരെ വണ്ടി കയറ്റുക, വേഗം വിടുക. ടൈം എന്ന് പറഞ്ഞ സംഗതി തീരല്ല. തണുപ്പൊന്നും ചാട്ടില്ലല്ലോ. സമയം ഒരുപാട് നേരം വഴിക്ക് വേഗം പോവാം. പോയതിൻ്റെ ശേഷം വേണം ജ്യൂസ് അടിക്കാനും സാധനങ്ങൾ സെറ്റാക്കാനൊക്കെ. രണ്ട് പൈനാപ്പിളേ ധാരാളം. ഒരു 2 കിലോ ആപ്പിളും നല്ലത്. പൊടിയുള്ള ടൈപ്പ്. അപ്പോൾ ആപ്പിള് പൈനാപ്പിൾ മുന്തിരിയാ മതി. എത്രയായി? 640. ഈത്തപ്പഴം MS മേടിക്കാമെന്ന് വിചാരിച്ച്. എന്തായാലും ഇപ്പം തന്നെ മേടിക്കാം കേട്ടോ. പോയിട്ട് വാങ്ങിട്ട് വരാം. ആണോ? ഇതിൽ എത്ര വാങ്ങണ്ടേ? ഇതിലേതാ നല്ല സാധനം? ആൾക്കാരത് കൂടുതലുണ്ടായിരുന്നു. എന്നാൽ കാണുമ്പോൾ രസമുള്ള എടുത്തേ. 400 അല്ലേ? 400 കിലോന്? ആ 350. ഞാൻ പറഞ്ഞോളൂ. ഇനി ഇതിന് 380 അല്ലേ? ആ
ഇതിന് 520 കാണാൻ രസമുണ്ടല്ലോ. ഏത്? ഇത് 520. ഇതോ? ഇത് അധികം ഒന്നുമില്ലടാ. അത് 1300 ഉള്ളൂ അല്ലേ? ചെറിയ പൈസ ഉള്ളൂ. പിന്നെ ഉണ്ട് കാരക്ക 375. എന്നാലേ ഇതെടുക്ക് പാവപ്പെട്ട ആൾക്കാരെ. ആ 1/2 കിലോ പോരാ. അടുത്ത് 1/2 കിലോ എത്രത്തോളം ഉണ്ടാവും അത്? 400 അല്ലേ? ഒരു കിലോ എടുത്തു. 1 കിലോ എടുത്തു കേട്ടോ. പിന്നെ ഇത് നമ്മളെ AMS ഒരുവിധം ഗൾഫ് പ്രൊഡക്റ്റ്, മുട്ടായികൾ, ഈത്തപ്പഴം, കാര്യങ്ങൾ കംപ്ലീറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടോ? ചോക്ലേറ്റ് ഐറ്റംസ്, ഫ്രീസർ ഐറ്റംസുകൾ, ചിക്കനും ഐസ്ക്രീമും പിന്നെ നെക്കാനക്ക് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് സാധനങ്ങളുണ്ട്. വെറൈറ്റി ചോക്ലേറ്റ്സുകൾ ഉണ്ട് ഇതിനകത്ത് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു കടയാണ് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു തിരക്കടില്ലാത്ത നല്ലൊരു സൂപ്പർ മാർക്കറ്റ്. ഇവിടെ നിന്നാണ് നമ്മൾ അത്യാവശ്യം സമയങ്ങളിലൊക്കെ വന്ന് സാധനങ്ങൾ മേടിക്കാറ്. ഇപ്പോഴും തിരക്കാണ് ഉണ്ടാവാറ്. ഞാൻ ഇപ്പോൾ നേരത്തെ മേടിക്കാൻ ഞാൻ എന്താ വെച്ചാൽ ഇവിടെ തിരക്കാവുമെന്ന് കരുതിയിട്ടാണ് ഇവിടെ കയറാഞ്ഞത്. എന്തായാലും ഈത്തപ്പഴത്തിന് ഇവിടെ തന്നെ വരേണ്ടി വന്നു. എന്തായാലും വെച്ചിട്ട് പോവാം. അതിലുണ്ടല്ലോ കുറേ ഐറ്റംസ്. ആണോ? തന്നെയാണല്ലേ. ഇത് ചേച്ചി ഒരു കിലോ എടുത്ത് ഇതിന്മേൽ പ്രിന്റ് ഉണ്ടോ? ഏ 509. ആ ടേബിളും കൊണ്ട് വെച്ചാൽ ഫ്രൂട്ട്സ്. പളം ഇത് പളം മേലെ കൊണ്ടുവരും. ഓടിവാ ഇങ്ങ വാ. എന്നാ കൊടുത്തേ. അവിടുന്ന് നേരെ അങ്ങോട്ട് തിരിച്ചിട്ട് കേട്ടോ. ഓക്കെ. ആ ലൈറ്റിൻ്റെ പരിപാടിയൊക്കെ ഓക്കെ. ലൈറ്റ് വർക്കാക്കി. ഇനി എന്താ വേണമെന്ന് വെച്ചാൽ മാറ്റ് ഒരിക്കലാണ് കേട്ടോ. മാറ്റ് ഒരിക്കുക. ആ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നതൊക്കെ ഫുൾ സെറ്റാക്കി റെഡിയാക്കി വെക്കുക. ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഫാസ്റ്റ് ആക്കണം. ഓക്കെ. എനിക്കെന്തേലും തരണല്ലേ ഇപ്പൊ? അപ്പൊ എന്നെ പാകെടുത്തില്ല. 60 ആളുണ്ടാവും. 60 ആളാണ് ഞാൻ കണക്കൂട്ടിയിരിക്കണത്. ഈത്തപ്പഴം ഇവിടെ കൊടുത്തിട്ടില്ല തോന്നുന്നുണ്ട് എനിക്ക്. അത് കൊടുത്തിട്ട് അതിലൊക്കെ ഇടാൻ പറയണ്ടേ. എവിടെ സ്ഥലയാ പോയി? എന്തായാലും അൽഹംദുലില്ലാഹ് നമ്മൾ പരിപാടികൾ ഏറെക്കുറെ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രൂട്ട്സ് ഹോട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഏതായാലും സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മളെ വീട്ടുകാരാ കേട്ടോ. ആരും പുറത്തുള്ളവരില്ല. എല്ലാവരും നമ്മളെ പെങ്ങന്മാരെ മക്കളും കാക്കാരെ കുട്ടികളും പെണ്ണുങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പം എന്തായാലും ഇവരൊക്കെ ആയിട്ട് ഇന്നൊരു ദിവസം ഇവിടെ
അൽഹംദുലില്ലാ നോമ്പറക്കാനുള്ള ഒരു സന്തോഷം കിട്ടി. എന്തായാലും ബാങ്കിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇൻഷാ അല്ലാ ബാങ്കിന്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാല് സ്റ്റാർട്ട് ചെയ്യാട്ടോ. ഈ വർഷത്തെ റംദാനിലെ ആദ്യത്തെ നോമ്പ് തുറ. നോമ്പ് തുറ വ്ളോഗ്. എല്ലാരും ഇരിക്കട്ടാ, കുട്ടികളെ കൂടെ പോയിരുന്നാലാണ് സീറ്റ് മനസ്സിലാവുള്ളൂ. അമ്മുലോ എല്ലാരും വന്നിരിക്കും. ബാങ്ക് അക്കർന്ന് കൊടുത്തു തുടങ്ങിക്കണ്ടാ. ബാങ്ക് അക്കർന്ന് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ പള്ളിക്ക് കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ. നമ്മളെ പള്ളിക്ക് കൊടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിലും നോമ്പ് തുറക്കാം ഇൻഷാ അല്ലാ. ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഉണ്ട് സെറ്റ്. എന്തായാലും അടുത്തത് ഇൻഷാ അല്ലാ ബിരിയാണി കഴിക്കാനുള്ള സെറ്റപ്പിലാണ്. ബിരിയാണി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വന്നിരുന്ന് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിക്കലും കഴിഞ്ഞ് ഇനി നമ്മളെ കഴിക്കല്. എല്ലാവരും ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് തറാവിക്ക് പോലും തുടങ്ങി. ഇത് വേഗം കഴിച്ചിട്ട് വേണം നമുക്ക് തറാവിക്ക് പോകാൻ. എന്നാ തുടങ്ങിക്കോ മുസമ്മിലെ. എന്തായാലും അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ കൊല്ലത്തെ നോമ്പ് തുറപ്പിക്കൽ ആദ്യമായിട്ട് നോമ്പ് തുറപ്പിക്കാൻ പറ്റി. വളരെയധികം സന്തോഷം. അൽഹംദുലില്ലാ ഖൈർ. അങ്ങനെ അൽഹംദുലില്ലാ എല്ലാവരും നോമ്പ് തുറ കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ഇതുണ്ടോ പെങ്ങന്മാരും കുട്ടികളും പെങ്ങന്മാരെ കുട്ടികളും ഏട്ടനഞ്ചന്മാരെല്ലാവരും തിരിച്ച് ഒരു തറവാട്ടിലേക്ക് പോയി. അങ്ങനെ എന്തായാലും ഇപ്രാവശ്യത്തെ നോമ്പ് തുറ അൽഹംദുലില്ലാ വളരെയധികം റാഹത്ത് ചെയ്തിട്ടോ. അപ്പോൾ ഓക്കെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.